കാലഘട്ടത്തിൽ അണുകുടുംബം ആയതുകൊണ്ട് കുട്ടികളൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലും നഗരങ്ങളിലൊക്കെ പോകും. ഇപ്പോൾ പ്രായമായ അപ്പനും അമ്മയ്ക്കും ഒരു കൂട്ടില്ലാതെ കുട്ടികളും പേരക്കുട്ടികളും ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും ഒരേ പ്രായക്കാർ ഒരേ രീതിയിൽ വളർന്നു വന്ന പ്രായമായവരൊന്നിച്ചു കൂടുന്ന ഒരു സംരംഭം എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവരുടെ ഏകാന്തതയും അതുപോലുള്ള വിഷമങ്ങളൊക്കെ മാറാനും ഈ കൂട്ടുകുടുംബങ്ങൾക്ക് സാധിക്കും. ഒരു കുടുംബമായിട്ട് തന്നെ ഇപ്പോൾ ഒരു സീനിയർ ലിവിങ് ഹോമൊക്കെ ആയി കഴിയുമ്പോൾ അവിടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ ആളുകളുണ്ടാവും, നമ്മളെ സംരക്ഷിക്കാൻ ആളുണ്ടാവും, നമ്മളെ ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ടാവും, പള്ളിയിൽ കൊണ്ടുപോകാൻ ആളുണ്ടാവും. അപ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം കൂടും വീടുകളിനേക്കാളും എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും നമുക്ക് വീടുകളിൽ നിന്നും പറിച്ച് നടാൻ പ്രായോഗികമായിട്ട് വിഷമമുണ്ട്. ഒരു ചെടി പറിച്ച് നടുമ്പോഴും അതിന് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതുപോലെ സ്വന്തം ഉണ്ടാക്കിയ വീട്ടിൽ നിന്നും വാർദ്ധക്യമാകുമ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന ഒരു ഘട്ടം ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാകും. പക്ഷേ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെ ആരും കുട്ടികൾ കാരണന്മാരെ നോക്കാൻ നിൽക്കുന്നില്ല. അവർ വലിയ വീട് ആദ്യം ഉണ്ടാക്കും, കുട്ടികൾ വലുതായിരിക്കും, പ്രായമാകുമ്പോൾ അവരത് വിറ്റിട്ട് സീനിയർ ലിവിങ് ഹോമിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ ആളുകൾ സന്തോഷപൂർവ്വം അങ്ങോട്ട് പോവുകയും അവിടെ സന്തോഷമായി ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ആ ഒരു ഘട്ടത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തീർച്ചയായിട്ടും അത് പ്രായമായവർക്കൊരു ആശ്വാസമാണ്, അക്കാര്യത്തിലൊരു സംശയമില്ല.